വിഷരഹിത പച്ചക്കറി കഴിച്ച് എല്ലാം വീട്ടിൽ വിളയിക്കുന്നൊരു വ്യക്തിയാണ് മലയാളി. ലോകത്ത് മലയാളിയെ ഇഷ്ടമല്ലാത്ത ആരുമില്ല. അതായത് എല്ലാ ദിവസവും സ്ത്രീകൾ കുളിച്ച് അമ്പലങ്ങളിലിരിക്കുന്ന പരദേവതയെ കാട്ടുന്ന അത്രയ്ക്ക് സുന്ദരിമാരായി കുളിച്ച് കാര്യങ്ങൾ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൊച്ചുമക്കളെയൊക്കെ അവർ താരാട്ട് പാട്ടി ഉറക്കി രാവിലെ ജോലിക്ക് പോകുമ്പം ചില സാധാരണപ്പെട്ട കുടുംബത്തിൽ കൊച്ചുമക്കളെ ഉൾപ്പെടെ കൊണ്ടുപോയി ആ വീട്ടിൽ നിന്ന് ഭക്ഷണം മേടിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത് ഇതേപോലെ ഒരു എന്താ പറയുന്നത് പൈതൃകമുള്ള നാട് ലോകത്തിലെന്ന് കഴിഞ്ഞാൽ സായിപ്പ് പറഞ്ഞ എല്ലാത്തിൻ്റെ ആളാണ് സായിപ്പന്മാർ. അവർ വരെ അത് അംഗീകരിച്ചതാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന് സ്വന്തം നാട്. 190 ചില്ലറ രാജ്യങ്ങളുണ്ടോ ശരി, മലയാളികളെന്ന് അവരെ ജീവിതച്ചായി. പക്ഷെ അതെല്ലാം മാറ്റി. അത് മാറിയത് എങ്ങനെയുണ്ടാ? മലയാളി മാറിയതല്ല, മാറി വന്ന ഭരണകർത്താക്കന്മാരെ കുഴപ്പങ്ങൾ കൊണ്ടാണ് വന്നത്. തുക്കളക്ക് ഭരണം നടത്തി, തുക്കളക്ക് ഭരണം, അതുകൊണ്ട് മാത്രമാണ് മാറിയത്. തെങ്ങ് കാര്യങ്ങൾ തകണ്ട, കവുങ്ങ്, എന്തിന് ഇത് നോക്കൂ, ചീമക്കൊന്ന വളമാണ് ഇവിടെ വയ്ക്കുന്നത്. കൊടിയിടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളങ്ങൾ കാര്യങ്ങളെല്ലാം അതിനോട്ട് ഉപയോഗിക്കാനും പറ്റിയതിനെ പറ്റിയിട്ടിട്ട് ഇപ്പോൾ എല്ലാവരും വേര് തിരിക്കുക. സാധാരണപ്പെട്ടവ എങ്ങനെ വേര് തിരിച്ച് ഈ കൃഷിയിലോട്ട് വരാൻ പറ്റും? സർക്കാർ ഇതിനൊന്നും സമയമൊന്നുമില്ല. സർക്കാരിന് അതിനൊന്നും സമയമില്ല. സർക്കാരിന് പരമാവധി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പാവപ്പെട്ടവരെ പിടിക്കുക, പെറ്റിയടിക്കുക, പരമാവധി എങ്ങനെയും ഊറ്റുക എന്നല്ലാതെ ഒരു ഇതുമില്ല. നാടെന്തോന്നുള്ളത് അറിയത്തില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ SK കേരള ഇന്ത്യ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.